ഇതുപോലൊരു തിരുനാൾ ദിവസം പഴയ ഓർമ്മകളൊക്കെ വീണ്ടെടുത്ത് ആഘോഷത്തിന്റെ ഒരു മൂഡിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നാടും നാട്ടാരും നാനാജാതി മതസ്ഥരായ എല്ലാവരും ഒരുമിച്ച് കൂടി ചെമ്പ് മുത്തപ്പൻ എന്ന് വിളിച്ച് തോമാശ്ലീഹായെ നമ്മുടെ സ്നേഹമറിയിക്കുന്ന ഈ തിരുനാൾ നമുക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായൊരു ദിനമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധനായ തോമാശ്ലീഹ, യേശുവിന്റെ ശിഷ്യനായ തോമാശ്ലീഹ ധീരനായ ഒരു അപ്പസ്തോലനാണ്. ധീരതയോടുകൂടി തന്റെ ഗുരുവിനെ ഏറ്റുപറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരു ശിഷ്യൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശുദ്ധനായ യോഹന്നാനെ കുറിച്ച് കാര്യമായി പ്രതിപാദിക്കുന്നിടത്തെല്ലാം നമുക്ക് ദൃശ്യമാകുന്നത് തോമാശ്ലീഹായുടെ ജീവിതത്തിന്റെ ഈ ധീരതയാണ്. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ കൂടെ 3 വർഷം അവിടുത്തെ ശിഷ്യത്വം അനുഭവിച്ചിട്ട് ധീരതയോടുകൂടി അവനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യന്റെ നല്ല മുഖമാണ് തോമാശ്ലീഹ നമുക്ക് മുന്നിൽ വയ്ക്കുക. നാളെയുടെ എൻ്റെ സ്വപ്നങ്ങൾ ഫലവത്താകുക, അതിന് തയ്യാറാകാൻ വിശുദ്ധനായ തോമാശ്ലീഹ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മനോഹരമായ ഈ ദുഃഖാന തിരുനാളിന്റെ ആഘോഷങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ ബന്ധുക്കളും വിരുന്നുകാരും ഒരുമിച്ച് ഈ തിരുനാളിന്റെ സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മറക്കാതിരിക്കാം തോമാശ്ലീഹായെ പോലെ വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഈശോയെ ജീവിതത്തിന്റെ മാതൃകയും ശക്തിയുമായി ഏറ്റെടുക്കുന്ന ഒരു കുടുംബം, ഒരിടവക, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങളെല്ലാം നമ്മൾ രൂപപ്പെടുത്തുന്നത്. അതിനായി ചെമ്പ് മുത്തപ്പന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അവിടുത്തെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഇന്ന് നമുക്ക് കരുത്തായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.